ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് വരുവാൻ ദൈവം ഒരു അവസരം നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ ലേഖനത്തിൽ ഈ ന്യായപ്രമാണത്തെ സംബന്ധിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വീണ്ടും ദൈവമക്കൾക്ക് എഴുതുവാനായിട്ട് ഇടയായത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആദ്യം റോമാലേഖനം ആരംഭിക്കുമ്പോൾ സകല മനുഷ്യരും പാപികളാണെന്നും, അത് യഹൂദന്മാരാണെങ്കിലും അല്ല ജാതികളാണെങ്കിലും അവരെല്ലാവരും ഒരുപോലെ പാപത്തിന് കീഴായിരുന്നു. എല്ലാവരുടെയും നീതീകരണം എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസത്താലല്ലാതെ നീതീകരണം ദൈവസന്നിധിയിൽ സ്വീകാര്യതയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നതിന് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതെന്ന് വെച്ചാൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നതായിട്ടുള്ള ആളുകൾ വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോകുന്നതായിട്ടുള്ള പ്രവണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3, 4, 5 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഹെബ്രായർക്ക് ലേഖനം എഴുതുവാനുണ്ടായ പശ്ചാത്തലവും കാര്യവും, അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നതായിട്ടുള്ള ആളുകൾ വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ തലത്തിലേക്ക് പോകുന്നതിന് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്കാണ്. അതായത് വിശ്വാസത്തിലേക്ക് വന്നതായിരിക്കുന്ന ആളുകൾ വീണ്ടും ഒരു ന്യായപ്രമാണത്തിന് അടിമയായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. വിശ്വാസത്തിലേക്ക് വന്ന ദൈവമക്കളായിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കപ്പെടേണ്ടത് ഏതെങ്കിലും നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആത്മാവിൻ്റെ ശക്തിയും വ്യാപാരവുമാണ് അവരെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് ന്യായപ്രമാണം അറിയുന്നവരോടല്ലയോ ഇത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട്, ന്യായപ്രമാണത്തിൻ്റെ ശക്തി, ന്യായപ്രമാണത്തിന് മനുഷ്യൻ്റെ മേൽ എത്രത്തോളം ആധിപത്യമുണ്ട്, അധികാരമുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യത്തെ 6 വാക്യങ്ങളിൽ നാം കണ്ടത്. ന്യായപ്രമാണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നാം മരിക്കുക എന്നുള്ളതാണ്. ന്യായപ്രമാണം ഒരു കാലത്തും നീങ്ങിപ്പോവുകയില്ല. ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോവുകയില്ല. കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കുവാനായിട്ടല്ല, അതിനെ പൂർത്തീകരിക്കുവാനായിട്ടാണ് വന്നത്. അപ്പോൾ ന്യായപ്രമാണത്തെ നീക്കിയിട്ട് രക്ഷപ്പെടാം എന്നുള്ളതായിട്ടുള്ള ചിന്ത ദൈവമക്കൾക്ക് ആവശ്യമില്ല. അത് സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ച ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരായി ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക്, യേശുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് സാധ്യമായ ഏക കാര്യം. ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം പഠിച്ചത് എന്നുള്ളത് ഓർക്കണം. ശരി, ഇന്ന് ന്യായപ്രമാണത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ന്യായപ്രമാണം, അതിൻ്റെ ഗുണം എന്താണ്, അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ന്യായപ്രമാണം നമുക്ക് ഗുണകരമായി തീരുന്നത്. ന്യായപ്രമാണം വളരെ ദോഷം ചെയ്യുന്നു, മരിച്ചതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രയോജനവുമില്ല, ഒരു ഗുണവുമില്ലേ, ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ന്യായപ്രമാണം നൽകിയത് എന്നുള്ളതായിട്ടുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നതിനുള്ളൊരു ഉത്തരമാണ് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് 7-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. ന്യായപ്രമാണം ചെയ്യുന്നതായിട്ടുള്ള ആദ്യത്തെ കാര്യമായിട്ട് പറയുന്നത്, ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും വരുത്. ന്യായപ്രമാണം പാപമാണ് എന്നൊരു നാളും പറയരുത്. ന്യായപ്രമാണത്തിൽ നിന്ന്, ന്യായപ്രമാണത്തോട് മരിച്ച് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിനാകണം, ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്ന് പറയുമ്പോൾ അതെന്താ, ന്യായപ്രമാണം യഥാർത്ഥത്തിൽ പാപമാണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു നാളും അങ്ങനെ പറയരുത്. ഒരിക്കലും ന്യായപ്രമാണം പാപം എന്ന് പറയാനായിട്ട് പാടില്ല. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല, മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പാപത്തെ അറിയുവാനായിട്ട് ന്യായപ്രമാണം ദൈവം മനുഷ്യന് നൽകി എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒരു നിയമം
നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ നിയമം പാലിക്കാനായിട്ട് കഴിയാത്ത വിധം ഒരു പാപ സ്വഭാവം നമ്മളിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞ്, ജനിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ തിരിച്ചറിവാകുന്നത് വരെ ആ കുഞ്ഞിന് സർവ്വസ്വാതന്ത്ര്യമാണ്. നമുക്കറിയാമല്ലോ, ആ കുഞ്ഞിൻ്റെ മേൽ യാതൊരു വക നിയമങ്ങളും നിയന്ത്രണങ്ങളും വയ്ക്കുന്നില്ല. അപ്പോൾ ശരിതെറ്റുകളുടെ ഒരു പ്രമാണം ആ കുഞ്ഞിന്മേലില്ല, സർവ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ആ കുഞ്ഞ് വളർന്ന് പക്വത പ്രാപിക്കുന്നതിനനുസരിച്ച് ആ കുഞ്ഞിൻ്റെ മേൽ മാതാപിതാക്കന്മാരും സമൂഹവും സഭയുമൊക്കെ ചില നിയന്ത്രണങ്ങൾ വയ്ക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനിലുള്ളതായിട്ടുള്ള ആ പാപ സ്വഭാവം അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ന്യായപ്രമാണം ലഭിച്ചപ്പോൾ ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയാത്ത വിധത്തിൽ പാപത്താൽ ഞാൻ പിടിക്കപ്പെട്ടവനാണ്, എന്നിൽ പാപമുണ്ട് എന്നുള്ള ഒരു ബോധ്യം യഥാർത്ഥത്തിൽ ഈ ന്യായപ്രമാണത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ന്യായപ്രമാണത്തിലല്ലാതെ പാപത്തെ ഞാൻ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. മോഹം എന്നത് ഒരു പാപമാണ് എന്ന് ന്യായപ്രമാണം പറഞ്ഞപ്പോഴാണ് മോഹിക്കുന്നത് പാപമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പാപത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ന്യായപ്രമാണത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, പാപത്തെ വെളിപ്പെടുത്തുക. അപ്പോൾ നമ്മളിൽ എത്രത്തോളം പാപമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ന്യായപ്രമാണത്തിലെ നിയമങ്ങളെല്ലാം നാം വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. ഒരുപക്ഷെ നമുക്കറിയാം, പല ആളുകളും അയ്യോ അത് തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാറുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അയ്യോ ഞാനത് അറിഞ്ഞില്ല എന്ന് പറയും. കാരണം അങ്ങനെ ഒരു നിയമം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് ബോധ്യമില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ലംഘനം എന്ന് പറയുന്നത് അവിടെ കണക്കിടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ന്യായപ്രമാണം ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ അവനിൽ ഒരു പാപമുണ്ട്, അവനൊരു പാപ സ്വഭാവമുണ്ട് എന്നുള്ളത് മനുഷ്യനെ തന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ന്യായപ്രമാണത്തെ കൊണ്ടുള്ളതായിട്ടുള്ള ലക്ഷ്യമെന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ അടുത്ത കാലങ്ങളിൽ പ്രിയ ബാബു സഹോദരൻ അത് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചതാണ്. 3, 4, 5 അധ്യായങ്ങൾ ഇതിനോടനുബന്ധിച്ച് വായിക്കുന്നത് ഈ വേദഭാഗം കൂടുതൽ മനസ്സിലാക്കുന്നതിന് നമുക്ക് സഹായകരമാണ് എന്ന് കൂടി ഓർപ്പിക്കുന്നു. രണ്ടാമത് 8-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണം കൊണ്ട് ഉണ്ടായതായിട്ടുള്ളൊരു ഫലത്തെക്കുറിച്ച് നാം വായിക്കുന്നത്, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. അപ്പോൾ ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, പാപത്തെ ജനിപ്പിച്ചു എന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. എങ്ങനെയാണ് ന്യായപ്രമാണം പാപത്തെ ജനിപ്പിക്കുന്നത്? നമുക്കറിയാം, ഒരു കുഞ്ഞിനോട് ഏതെങ്കിലും ഒരു കത്തിയാണെങ്കിൽ ആ കത്തി എടുക്കരുത് എന്ന് പറയുമ്പോൾ കുഞ്ഞിന് അത് നമ്മെ കാണാതെ എടുക്കാനായിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അപ്പോൾ എടുക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കി ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു മോഹം ഒരു കുഞ്ഞിൽ സ്വാഭാവികമായിട്ട് ഉളവാകുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്താൽ എന്താ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും പല ആളുകളിൽ നിന്നും ഉണ്ടാകും. അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പാപത്തെ ജനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും യഥാർത്ഥത്തിൽ ഈ ന്യായപ്രമാണം കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആളുകൾക്ക് പ്രത്യേകിച്ച് യാതൊരു നിർബന്ധങ്ങളുമില്ല. ഇഷ്ടംപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാം, എന്തും ചെയ്യാം, എന്തിനും ചെയ്യാം എന്ന് വന്നാൽ അത് തങ്ക സഹോദരി മ്യൂട്ടാക്കണേ.
അങ്ങനെ പാപം നമ്മളിൽ ജനിപ്പിക്കുന്ന ഒരു പരിപാടി കൂടി യഥാർത്ഥത്തിൽ ഈ ന്യായപ്രമാണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിയന്ത്രണമൊന്നുമില്ലെങ്കിൽ ഒരുപക്ഷെ, നിയമങ്ങളൊന്നുമില്ലെങ്കിൽ ഒരുപക്ഷെ നേരെ പോകുന്നതായിട്ടുള്ള ആളുകൾ നിയമങ്ങളും നിയന്ത്രണങ്ങളും വെച്ച് കഴിയുമ്പോൾ വഴിതെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ അതിനെ ലംഘിക്കുവാനായിട്ടുള്ള പ്രവണത അവരിൽ നിന്ന് തന്നെ ഉളവാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ മോഹത്തെ ജനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും ഈ കൽപ്പന വന്നതോടുകൂടി വന്നു. എന്നാൽ കൽപ്പനയല്ല മോഹത്തെ ജനിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ 8ാമത്തെ വാക്യത്തിൽ പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു എന്നാണ്. അപ്പോൾ മോഹത്തെ ജനിപ്പിക്കുന്നത് പാപമാണ്. പക്ഷെ പാപത്തിന് ആ മോഹത്തെ ജനിപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചത് ഈ കൽപ്പന വന്നപ്പോഴാണ്. കൽപ്പനയില്ല എങ്കിൽ അവിടെ ലംഘനമില്ല. ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാകുന്നു എന്ന് 8ാം വാക്യത്തിൻ്റെ 2ാമത്തെ ഭാഗം, അവസാന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ന്യായപ്രമാണമല്ല യഥാർത്ഥത്തിൽ മോഹത്തെ ജനിപ്പിക്കുന്നത്. മനുഷ്യനിൽ ഉള്ളതായ പാപ സ്വഭാവമാണ് മനുഷ്യനിൽ പാപത്തെ കൽപ്പനയാൽ ഉളവാക്കുന്നത്. എന്തെങ്കിലും ഒരു നിയമം വെച്ചാൽ അതിനെ ലംഘിക്കുവാനായിട്ടുള്ള ഒരു പ്രവണത, മനുഷ്യനിലുള്ള പാപ സ്വഭാവം അവനെ അതിനെ വശീകരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ന്യായപ്രമാണം വന്നപ്പോൾ നമുക്ക് രണ്ടാമതായി നമ്മൾ സംഭവിച്ചതായിട്ടുള്ളൊരു കാര്യം, നമ്മളിൽ കുടികൊണ്ടതായിട്ടുള്ള പാപം എന്ന് പറയുന്നത് നമ്മളിൽ മോഹത്തെ ജനിപ്പിച്ചു. കൽപ്പന വന്നപ്പോൾ അത് ലംഘിക്കുവാനായിട്ടുള്ള ഒരു പ്രവണത നമ്മളിൽ ഉളവാക്കി മോഹത്തെ നമ്മളിൽ ജനിപ്പിച്ചു, അല്ലെങ്കിൽ പാപ സ്വഭാവത്തെ ജനിപ്പിച്ചു. അപ്പോൾ ന്യായപ്രമാണം വന്നതിൻ്റെ 2ാമത്തെ ഫലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 9ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്താണ് ന്യായപ്രമാണം കൂടാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം? ഒരു നിയമവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നതായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വരെ അവൻ ന്യായപ്രമാണമില്ലാതെയാണ് ജീവിക്കുന്നത്. അവൻ്റെ മേൽ ഒരു നിയന്ത്രണവുമില്ല. അവന് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കാം, പെരുമാറാം, കരയാം, ബഹളം വയ്ക്കാം, വഴക്കിടാം. അവൻ്റെ മലമൂത്ര വിസർജനത്തിനൊന്നും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. അത് അവൻ കിടക്കുന്നിടത്ത് തന്നെ സാധ്യമാക്കും. അങ്ങനെ യാതൊരു നിയമങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ശിശുവിൻ്റെ അവസ്ഥയാണ്. എന്നാൽ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ഒരു ന്യായപ്രമാണം ദൈവം എഴുതിയിരുന്നു എന്ന് ഇതേ ലേഖനം 2ാം അധ്യായം നാം പഠിക്കുകയുണ്ടായി. ഒരു പുസ്തകമെന്നുള്ള നിലയിൽ എഴുതപ്പെട്ട അക്ഷരങ്ങളാൽ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ന്യായപ്രമാണം കൊടുത്തിരുന്നു. ആ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴയ നിയമത്തിലെ ന്യായപ്രമാണം കൊടുക്കുന്നവരെയുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകളെല്ലാം ജീവിച്ചത്. ആദാം മുതൽ ഇങ്ങോട്ട് മോശ വരെ ജീവിച്ചതായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകളെല്ലാം അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ന്യായപ്രമാണം അനുസരിച്ച് അവർ ജീവിച്ചിരുന്നവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യായപ്രമാണം കൂടാതെ ജീവിക്കാൻ പറ്റുന്നത് ഒരു ശൈശവാവസ്ഥയിൽ മാത്രമാണ്. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. കൽപ്പന കിട്ടിയപ്പോൾ അവിടെ അധികാരം ഏറ്റെടുത്തത് പാപമാണ്, നമ്മളിലുള്ള മനുഷ്യനിലുള്ള പാപമാണ്. അപ്പോൾ അധികാരം ഏറ്റെടുത്ത് പാപം ജീവിച്ചു, പാപം പെരുകി, അല്ലെങ്കിൽ പാപം ജീവിച്ചു, ഞാൻ മരിച്ചു, ഞാൻ മരിക്കുകയും ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നുള്ള നിലയിലാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ ആ ഒരു മരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൽപ്പന വന്നപ്പോൾ നമുക്ക് സംഭവിച്ചതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, നാം ആത്മീകമായി മരിച്ചു എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിലെല്ലാം സംഭവിച്ചതായിട്ടുള്ള പ്രശ്നം അതാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ന് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണം ഉളവാക്കിയ 3ാമത്തെ ഫലം എന്ന് പറയുന്നത്, അത് നമ്മുടെ ആത്മീക മരണത്തിന് ഇടയാക്കി തീർത്തു. കൽപ്പന വന്നപ്പോൾ കൽപ്പനയല്ല ആത്മീയമായിട്ട് മരണത്തിന് കാരണമായത്, മറിച്ച് കൽപ്പന വന്നപ്പോൾ
അത് ലംഘിക്കുക വഴി പാപം ആ ഒരു അവസരം മുതലാക്കി മനുഷ്യനെ ആത്മീയമായിട്ട് ദൈവസന്നിധിയിൽ നിന്നും അകറ്റിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശ്വാസത്താൽ ജീവിച്ച കാലത്ത്, വിശ്വാസത്താൽ ജീവിച്ചതായിട്ടുള്ള എല്ലാ ആളുകളും നീതീകരിക്കപ്പെട്ടവരായിരുന്നു, അത് കൽപ്പന ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും എന്നുള്ളതും നാം വളരെ വ്യക്തമായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. അപ്പോൾ കൽപ്പന എന്തിനാണ് കൊടുത്തത്? അതനുസരിച്ച് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെ അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുവാനായിട്ടോ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാനായിട്ടോ കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല, ആ കൽപ്പന വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിച്ചിരുന്നതായിട്ടുള്ള പാപം നമ്മെ മരണത്തിലേക്ക് നടത്തി. അതായത് ആ കൽപ്പന അനുസരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല എന്ന് നമ്മെ യഥാർത്ഥത്തിൽ ഈ കൽപ്പനകൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ന്യായപ്രമാണം നമ്മൾ ചെയ്യുന്നത്. ഈ കൽപ്പന അനുസരിക്കുവാൻ എന്നിൽ വസിക്കുന്നതായിട്ടുള്ള പാപം എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ ആ പാപത്തിന് ബന്ധനസ്ഥനാണ്, അല്ലെങ്കിൽ അത് പാപത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ടവനാണ്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രമാണം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല, ദൈവസന്നിധിയിൽ നീതീകരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നിയമങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ മനുഷ്യരൊക്കെയും വിചാരിച്ചു നിയമങ്ങൾ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന്. എന്നാൽ ഏതൊരു അനുസരണത്തിൻ്റെയും പിന്നിൽ, ഏത് നിയമത്തിൻ്റെയും അനുസരണത്തിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഒരു ചതി കൂടി അതിനോട് ചേർന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ സ്വാർത്ഥതയോ അവൻ്റെ സ്വസ്നേഹമോ അവൻ്റെ മോഹങ്ങളോ ഒക്കെ അവൻ ചെയ്യുന്ന അവനനുസരിക്കുന്ന ഓരോ കൽപ്പനകളിലും അതിനോട് ചേർന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ്റെ ഒരു പ്രവൃത്തികളും ദൈവസന്നിധിയിൽ അവനെ സ്വീകാര്യനാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പോൾ പാപത്തിനൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ന്യായപ്രമാണം ലഭിക്കുക വഴി കിട്ടിയത്. അങ്ങനെ അത് എന്തു ചെയ്തു? എന്നെ ചതിച്ചു, എന്നെ കൊന്നു. അപ്പോൾ ആത്മീയമായിട്ട് ഞാൻ മരിച്ചവനാണ്, എനിക്ക് യാതൊരു വക നന്മയും എന്നിലില്ല, ഞാൻ തികച്ചും ഒരു പരാജയമാണ്, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ, ദൈവത്തോട് ബന്ധപ്പെടുവാൻ എന്നിൽ എൻ്റേതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് മനുഷ്യൻ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് അവനെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ചെല്ലുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ന്യായപ്രമാണം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു ന്യായപ്രമാണം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മനുഷ്യൻ പറയുമായിരുന്നു, പ്രമാണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അനുസരിച്ച് ജീവിക്കുമായിരുന്നു. എന്നാൽ പ്രമാണം ഉണ്ടെങ്കിലും അതനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി നമ്മളിൽ തന്നെ ഇല്ല, മനുഷ്യനിൽ തന്നെ ഇല്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ടതിനും ദൈവത്തിൽ അവൻ സർവ്വസമ്പൂർണമായി ആശ്രയിക്കുന്നതിനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ദൈവം ഈ ന്യായപ്രമാണം നൽകിയത്. അപ്പോൾ ന്യായപ്രമാണം ജീവനായിട്ട് നൽകി, എന്നാൽ അതിലൂടെ ജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. അതിനാൽ അവൻ മരിക്കുകയാണ്, ആത്മീയമായിട്ട് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ന്യായപ്രമാണം നമ്മൾ ആദ്യം കണ്ടു. ന്യായപ്രമാണം യഥാർത്ഥത്തിൽ പാപത്തെ, നമ്മളിലുള്ള പാപ സ്വഭാവത്തെ വെളിപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മളിൽ പാപം ജനിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മളിലുള്ള പാപം നമ്മെ ആത്മീയമായ മരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരുന്നത്, അപ്പോൾ പിന്നെ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ്? ന്യായപ്രമാണം എന്തിനാണ്? ന്യായപ്രമാണം അശുദ്ധമാണോ? കാരണം ഒരു നന്മയും നമ്മളിൽ ഉളവാക്കാൻ കഴിയാത്തതായിട്ടുള്ള നിയമം എന്തിനാണ് അത് അശുദ്ധമാണ് എന്ന് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പോൾ കൽപ്പനയല്ല പ്രശ്നം, ന്യായപ്രമാണമല്ല പ്രശ്നം എന്ന് പൗലോസ് പറയുന്നു. പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അടുത്ത വാക്യത്തിൽ, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകരമായി തീർന്നുവെന്നോ ഒരു നാളുമല്ല അരുത്, പാപം അത്ര മരണകരമായി തീർന്നത്. അപ്പോൾ നന്മയായിട്ട് നമുക്ക് ന്യായപ്രമാണത്തെ ദൈവം നൽകി, മനുഷ്യന് ദൈവം നൽകി, അവൻ്റെ ഹൃദയത്തിൽ എഴുതി. എന്നാൽ
അവൻ്റെ മനസാക്ഷിയിൽ എഴുതി. എന്നാൽ അത് അവന് മരണകരമായി തീർന്നു എന്ന് പറയുവാനായിട്ട് പാടില്ല. ന്യായപ്രമാണമാണ് മരണകരമായി തീർന്നത് എന്ന് പറയാനായിട്ട് പാടില്ല. പിന്നെ എന്താണ് മരണകരമായി തീർന്നത്? പാപമത്രേ മരണമായി തീർന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് നമ്മൾ വായിച്ചുവല്ലോ. അപ്പോൾ നമ്മളിൽ ഉണ്ടായിരുന്നതായ പാപ സ്വഭാവം, ആദാമിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയതായിട്ടുള്ള നമ്മളിലുള്ള പാപ സ്വഭാവമാണ് കൽപ്പന വന്നപ്പോൾ അത് പെരുകിയും അതുപോലെ മോഹങ്ങളെ ജനിപ്പിച്ചും ആ പാപത്തെ നമുക്ക് വെളിപ്പെടുത്തിയും ഒക്കെ മരണകരമായി തീർന്നത്, അല്ലാതെ ന്യായപ്രമാണമല്ല എന്ന് നമ്മൾ വായിക്കുന്നു. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിനും. അപ്പോൾ നമ്മൾ പലപ്പോഴും മനുഷ്യരുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവരും പാപങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരുമൊക്കെയുമാണ്. എന്നാൽ ഈ പാപം എന്ന് പറയുന്നതും നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ വ്യത്യാസമാണ്. പാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പാപ സ്വഭാവത്തിന് ഒരാളത്വം കൽപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് ഈ പാപം എന്ന് പറയുന്നത്. നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും. അപ്പോൾ നമ്മളിലുള്ളതായ പാപ സ്വഭാവത്തെ, നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തെ ഈ ന്യായപ്രമാണം ലഭിച്ചപ്പോഴാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഞാനൊരു പാപിയാണ്, എന്നിൽ കൽപ്പന കിട്ടിയാൽ പോലും എന്നിൽ പാപം ചെയ്യാതെ ദൈവത്തോടുള്ള നീതീകരണത്തിന് എന്നിൽ തന്നെ യാതൊരു ശക്തിയും ഇല്ല എന്ന് നമ്മളെ തന്നെ നമുക്ക് ബോധ്യമാക്കി തരിക എന്നുള്ളതും ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണമാണ് അത് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാനൊരു പാപി, ഞാൻ എത്ര നോക്കിയിട്ടും ഈ പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാൾക്ക് അങ്ങനെ പറയേണ്ടതായിട്ടൊരു ന്യായം ദൈവവചനത്തിൽ നാം കാണുന്നില്ല. പലപ്പോഴും ഒരുപക്ഷെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും അതിൻ്റെ അടിമത്വത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് നാം ആത്മാവിൻ്റെ പ്രമാണത്തിന് വിധേയപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്ക് ഇച്ഛയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവകൽപ്പനകളെ അനുസരിച്ച് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ശക്തി ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മിൽ തരുന്നുണ്ട്. എനിക്ക് അനേക വർഷങ്ങളായിട്ടും പാപങ്ങളുടെ മേൽ എനിക്ക് വിജയമില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചിട്ടില്ല. നാം ഇപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത് ചില നിയമങ്ങളാൽ ആണ്. ഈ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുക എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്തീയ സഭകളിൽ വളരെ സർവ്വസാധാരണമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. എപ്പോഴും വളരെ സുഖമാണ്. ചില നിയമങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് ആ നിയമങ്ങൾ അനുസരിച്ചാൽ അതിൽ സംതൃപ്തി അടയാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്കറിയാം, അങ്ങനെ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത്. എന്നാൽ അങ്ങനെയുള്ള നിയമങ്ങളാൽ ഒരാൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതിയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല, നീതിയിലേക്ക് എത്തിച്ചേരുവാനായിട്ടും കഴിയുകയില്ല എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണ് ന്യായപ്രമാണം മനുഷ്യൻ്റെ നീതീകരണത്തിന് ഒരിക്കലും പര്യാപ്തമല്ല എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു അധ്യായം തന്നെ എഴുതിയിരിക്കുന്നത്, ഈ ഒരു വേദഭാഗം എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ളത് സ്ഥാപിച്ചു കഴിഞ്ഞതാണ് 5-ാമത്തെ അധ്യായത്തോടു കൂടി. എന്നാൽ ഈ 7-ാമത്തെ അധ്യായത്തിൽ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് അതിനാൽ ഒരിക്കലും നീതീകരണം സാധ്യമാകുകയില്ല എന്ന് മാത്രമല്ല, വിശ്വസിച്ചതായിട്ടുള്ള ആളുകൾ വീണ്ടും പ്രമാണങ്ങളുടെ അനുസരണത്താലുള്ള
ക്രിസ്തീയ ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് പാടില്ല. കാരണം പ്രമാണം നമ്മെ സഹായിക്കുന്നില്ല. അത് നമ്മിൽ മരണമേ ഉളവാക്കുകയുള്ളൂ, അത് പാപത്തെ വെളിവാക്കുകയുള്ളൂ, അത് പാപത്തെ ജനിപ്പിക്കുകയേ ചെയ്യുകയുള്ളൂ. നാം പാപിയാണെന്ന് മനസ്സിലാക്കുവാൻ മാത്രമേ ഈ പ്രമാണങ്ങൾ നമ്മെ സഹായിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് പാപത്തിൻ്റെ മേലുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. നമ്മൾ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ നിങ്ങൾ അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ന്യായപ്രമാണത്തിൻ്റെ കീഴിലേക്ക് നാം വീണ്ടും പോയാൽ പാപം നമ്മളുടെ മേലുള്ള കർത്തൃത്വം ഏറ്റെടുക്കും. എന്നാൽ കൃപയിൽ നാം നിലനിന്നാൽ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മളുടെ കർത്താവ്. യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നിടത്തോളം കാലം നമ്മെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും നമുക്ക് ആലോചനകൾ പറഞ്ഞു തരുന്നതുമെല്ലാം ദൈവാത്മാവിൻ്റെ ഒരു ശുശ്രൂഷയാണ്. അത് പറഞ്ഞു തരിക മാത്രമല്ല, അത് ചെയ്യുവാനായിട്ടുള്ള ശക്തിയും നമുക്ക് ദൈവം തന്നെ തൻ്റെ ആത്മാവിനാൽ നൽകും എന്ന് നമ്മൾ വായിക്കുന്നു. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും തിരുവുള്ളം ഉണ്ടായിട്ട് ദൈവമല്ലോ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും തിരുവുള്ളം ഉണ്ടായിട്ട് ദൈവമല്ലോ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നാം ആ കൃപയിൽ വസിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ഇച്ഛയും നമുക്കത് പ്രവർത്തിക്കുവാനായിട്ടുള്ള ശക്തിയും അത് നൽകുന്നത് ഒരു ദൈവിക പരിപാടിയാണ്. അതുമാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വീണ്ടും വായിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിലൊരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചതും അത് പൂർത്തീകരിക്കുന്നതും ദൈവമാണ്, ക്രിസ്തു മുഖാന്തരം ആത്മാവിൻ്റെ ശക്തിയാൽ. അതല്ലാതെ നാം വീണ്ടും ഏതെങ്കിലും ചില സഭയുടെ അല്ലെങ്കിൽ സഭകളുടെ ബൈലോകളിലേക്ക്, നിയമങ്ങളിലേക്ക് നാം കടന്നു പോകുന്നത് നാം ആ കൃപയിൽ നിന്ന് വീണു പോകുവാനും വീണ്ടും നിയമങ്ങൾക്ക് അടിമപ്പെട്ടു പോകുവാനായിട്ടും നമുക്ക് ഇടയാക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ നിയന്ത്രിക്കുന്നത് ഒരിക്കലും ബാഹ്യമായ നിയമങ്ങളല്ല, എഴുതപ്പെട്ട നിയമങ്ങളല്ല, മറിച്ച് ദൈവാത്മാവ് ഇന്നലെ നാം ചിന്തിച്ചതുപോലെ നമ്മളുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി തരുന്നതായിട്ടുള്ള ആ ആത്മീകമായിട്ടുള്ള വചനങ്ങളാലാണ് നാം നിയന്ത്രിക്കപ്പെടേണ്ടത്. അതല്ലാതെ ബാഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ചല്ല. പലപ്പോഴും നിയമങ്ങളില്ല എങ്കിൽ ഇന്ന് ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പോകുന്നത് എന്ന് വരുന്നത് യഥാർത്ഥത്തിൽ നാം നിയമത്തിൻ്റെ കീഴിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. നിയമങ്ങളില്ലെങ്കിലും ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതായിട്ടുള്ള ആളുകളാണ് നാമെങ്കിൽ നാം യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സഭയെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് വളരെ എളുപ്പമാണ്. ആ നിയമങ്ങൾ വളരെ ആളുകൾക്ക് അംഗീകരിക്കാവുന്ന ചില നിയമങ്ങളൊക്കെ ആയിരിക്കും. പൊതുവിൽ സാക്ഷ്യത്തിന് കേടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ സഭയിൽ ആളുകൾക്ക് വളരെ തൃപ്തിയായിരിക്കും. എന്നാൽ അതൊന്നുമല്ല ദൈവമക്കൾക്ക് വേണ്ടുന്നതായിട്ടുള്ള തൃപ്തി എന്ന് പറയുന്നത്. അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവേഷ്ടം, ഓരോ വിഷയത്തിലും ദൈവേഷ്ടം അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് വേണ്ടത്. അപ്പോൾ ഒരു നിയമമില്ലാത്തിടത്ത് നമ്മളിൽ ദൈവാത്മാവ് നൽകിയിരിക്കുന്നതായിട്ടുള്ള നിയമത്തെ അനുസരിച്ച് നടക്കുന്നതായിട്ടുള്ള ആളുകളാണോ? മറ്റാരുടെയും സമ്മർദ്ദമോ മറ്റൊരാളെ കൊണ്ടുള്ളതായിട്ടുള്ള ഭയമോ നമുക്ക് ഇല്ല എങ്കിൽ നാം നിയമങ്ങൾ അനുസരിക്കുന്നവരാണോ? പലപ്പോഴും ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിഞ്ഞാൽ അത് സാക്ഷ്യത്തിന് മോശമാണ്, അതുകൊണ്ട് അത് ചെയ്യരുത്. പ്രിയമുള്ളവരെ, അത് നാം മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ട് ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഭയമില്ലാതിരുന്നാൽ ദൈവകൽപ്പനകളെ നാം അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരാത്മാവിൻ്റെ പ്രമാണമല്ല, അത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമല്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഒരു ഭയം, ഒരാൾ പോലീസിനെ ഭയപ്പെട്ട് മോഷണം നടത്തുന്നില്ല അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്നില്ല എന്നുള്ള നിലയിൽ മാത്രമാണ് അതിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ അനുസരണം എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നല്ല, സ്വാർത്ഥതയിൽ നിന്നല്ല, മറിച്ച് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്നും ആ ദൈവാത്മാവ് നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി നമുക്ക് നൽകുന്നതായിട്ടുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഒന്ന് പരിശോധിക്കാം. ന്യായപ്രമാണം എന്ന് പറയുന്നത്, നമ്മളുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു വഴികാട്ടി മാത്രമാണ്. നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല.
മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് വഴി നാം സ്വാഭാവികമായിട്ട് നിയമത്തിന് ദൈവാത്മാവിൻ്റെ പ്രവർത്തന മുഖാന്തരം വിധേയപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അതാണ് ദൈവിക പ്രവൃത്തി എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.